അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിറ്റേ ദിവസം രാവിലെ ഷെഫി ഉസ്താദ് കോലായിൽ ഇരിക്കുകയാണ്. സീനത്തെ സീനത്തെ സ്നേഹത്തോടെ അവൻ വിളിച്ചു. എവിടെ പെണ്ണെ നീ? സീനത്തെ മോനെ, ഓള് റൂമിലേക്കാണ്ട് പോയിരുന്നടാ. ഉമ്മ വിളി കേട്ട് വന്നു. എന്നാൽ ഇവൾക്കിപ്പോൾ എന്താ ഇതിപ്പാണേ? സീനത്തെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇക്ക വിളിച്ചോ എന്ന് പറഞ്ഞ് അവൾ വാതിൽ കുറ്റി തുറന്നു വന്നു. സീനത്തെ എന്താ പെണ്ണെ വാതിലൊക്കെ കുറ്റിയിട്ട് പണി? ഈ ഒന്നുമില്ലക്ക, ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യായിരുന്നു. ഓ അങ്ങനെയാണോ? പിന്നെ നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വന്നാലോ? ഒരു ടൂറ് പോയാലോ? ഇനിയിപ്പോൾ അധിക ദിവസമല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷമാണ്. ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. അവൾ എന്നോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അവൾ എൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഷെഫി ഉസ്താദ്. ഇക്ക എങ്ങോട്ട് പോകേണ്ടത്? നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എങ്ങനെ? ബൈക്കിലോ? ബൈക്കിലാണെങ്കിൽ എങ്ങനെ പെണ്ണേ മഴയത്ത് ബൈക്കിൽ പോവാ? ബൈക്കിൽ പോയി എനിക്കും നിനക്കേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഉമ്മക്ക് ടൂറ് പോകുമ്പോൾ ഉമ്മയോ? എന്താ എൻ്റെ ഷെഫിക്ക നിങ്ങളീ പറയുന്നത്? സീനത്തെ നീ പറഞ്ഞില്ലേ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, നമ്മൾ എല്ലാവരും ഒന്നാണ് ഉമ്മയെ കൂട്ടുപിടിക്കുന്നൊക്കെ. അല്ലേ, ടൂറെന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഉമ്മമാരൊക്കെ കൂടെ വരാറിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എൻ്റെ ഷെഫിക്ക. ഒന്നും ഇല്ല. എങ്ങനെയാണ്? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. എൻ്റെ കൂട്ടുകാരനും ഫാമിലി ഉണ്ടെങ്കിൽ ഷെഫിക്ക നമുക്കൊരു കാറൊക്കെ എടുക്കണ്ടേ? എടുക്കാൻ വേണ്ടേ? ഇൻഷാ അല്ലാ അതൊക്കെ എടുക്കാമല്ലോ. അതിനൊന്നും ഒരു പണിയില്ല. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ. നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവല്ലേ. ഓക്കെ ഷെഫിക്ക? പിന്നെ എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കെങ്കിലും പോകാം. ഉമ്മയെ ഷെഫിക്ക് വിളിക്കുന്നു. എന്താ മോനെ? ഉമ്മ നമുക്കൊന്ന് ടൂറ് പോലെ ചെറിയൊരു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ സന്തോഷമാണ് എനിക്ക് വലുത്. ഉമ്മയില്ല. ഉമ്മാക്കിപ്പോൾ ടൂറ് പോകാൻ പൂതിയില്ലായിട്ടൊന്നല്ല, പക്ഷെ ഇപ്പം നിങ്ങളെ സന്തോഷത്തിന് നിങ്ങൾ നിൽക്കി. അതാണ് ഉമ്മാൻ്റെ സന്തോഷം. നിങ്ങൾ റാഹത്തോടു കൂടി കഴിയാന്നുള്ളത്. നിങ്ങളിങ്ങനെ തെറ്റും പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉമ്മാക്ക് സമാധാനമല്ലല്ലോ. ഉമ്മ, എൻ്റെ ഉമ്മ പോരി. ഉമ്മയെ കൂടെ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപ്പയില്ലല്ലോ. അത് വേദന മനസ്സിലുണ്ടാവാൻ പാടില്ല. ഉമ്മം കൂടി ഉണ്ടായാലേ എനിക്ക് സന്തോഷേ. മോനെ, ഓളിഷ്ടത്തിന് ഇപ്രാവശ്യം നിന്നോളി. നിങ്ങൾ ടൂറൊക്കെ പോരി നല്ല രീതിയിൽ. എവിടെ വെച്ചാലും ഉമ്മക്ക് പേടില്ലടാ. പഠിച്ച റബ്ബുണ്ടാകുമ്പോൾ എന്ത് പേടിക്കാനാ? എൻ്റെ കുട്ടി പോയിക്കോളി. ഇനി എൻ്റെ കുട്ടിക്ക് പോകാൻ അതിനകത്ത് ദിവസവും ഇല്ലല്ലോ കേട്ടോ. ഉമ്മയുടെ ആ ഒരു നിർദ്ദേശം അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും ശരിയെന്ന് വിചാരിച്ചു. അതെ, ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. മോനെ, ഉമ്മക്കൊരു തൃപ്തികേടുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ? എൻ്റെ കുട്ടികൾ സന്തോഷത്തിൽ ജീവിക്കണം. മോനെ, ഒരു ബന്ധം ഒഴിവാകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറാണ്. പിന്നെ ഒന്ന് ശരിയായി കിട്ടാനും വലിയ പാടാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ളവർ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് വലിയ ഇത്. എന്തായാലും പൊയ്ക്കോളി ഉമ്മാൻ്റെ കുട്ടികൾ. അങ്ങനെ അവർ ടൂറ് പോകാനുള്ള ഒരുക്കത്തിൽ. സ്നേഹിതനും ഭാര്യയുണ്ട്, ഷെഫി ഉസ്താദും സീനത്തും. അങ്ങനെ അവർ ഒരുമിച്ച് പോവുകയാണ്. ഷെഫി ഉസ്താദിന് സങ്കടം ഉണ്ടായിരുന്നു ഉമ്മയെ വിട്ട് പോകുന്നതിൽ. ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. നിങ്ങൾ ചെല്ലി, നിങ്ങൾ ടൂറൊക്കെ പോയി നല്ല സന്തോഷിച്ച് വരി. ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഈ കൈകളുള്ളിടത്തോളം കാലം നിങ്ങൾ വിഷമിക്കണ്ട. ഉമ്മാൻ്റെ മക്കൾ പോയി വരി. ഉമ്മ കണ്ണീരോടെ അവരെ യാത്ര അയച്ചു. ഉമ്മക്ക് ഇല്ല മോനെ, ഒരു വിഷമവും, സന്തോഷമാണ് എടാ. ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ യാത്ര പറഞ്ഞു. സീനത്തും പോയിട്ട് വരാം. റബ്ബേ, എൻ്റെ കുട്ടികളുടെ മനസ്സിൽ എന്നും ഈ സ്നേഹം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. എൻ്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. പാവം എൻ്റെ കുട്ടി, ഒരാളെയും ചീത്ത പറയാതെ ഉപദ്രവിക്കാതെ അത്രക്കും സൽസ്വഭാവിയായ കുട്ടിയാണ് എൻ്റെ കുട്ടി. ഓന് 2 മാസത്തിന് ലീവിന് വന്നിട്ട് സ്വന്തം ഭാര്യ ഓനോട് സഹകരിക്കണില്ല എന്ന് പറഞ്ഞാൽ അതിനും വലിയ സങ്കടം. എന്താ റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക്. ഉമ്മ ഖിബിലക്ക് മുന്നിട്ട് ദുആ ചെയ്തു. മക്കൾ കാറിൽ കയറിപ്പോയി. ഷെഫി ഉസ്താദിന് വേണ്ടി കൂട്ടുകാരൻ്റെ വൈഫ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഷെഫി ഉസ്താദ് പറഞ്ഞു, വേണ്ട,
ഞാൻ ബാക്കിലിരുന്നോളാം സീനത്തിൻ്റെ കൂടെ, നിങ്ങൾ ഫ്രണ്ടിലിരുന്നോളേ. അത് വേണ്ട ഉസ്താദേ. വേണ്ട, പ്രശ്നമില്ല. തൻ്റെ ഭാര്യയോട് കൂടെ അല്പസമയെങ്കിലും ഇരിക്കാലോ എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ സീനത്ത് പറഞ്ഞു, അതിനെന്താ, ഷെഫിക്ക് ഫ്രണ്ടിൽ പോയിക്കോളി, ആ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒരുമിച്ചല്ലേ. ഞങ്ങൾ ബേക്കിൽ ഇരുന്നോളാം. വേണ്ട, അത് വേണ്ട. നിങ്ങളങ്ങനെ എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദ് പിൻസീറ്റിലാണ് ഇരുന്നത്. എടാ, ഞാൻ ഡ്രൈവ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ കൂട്ടുകാരനോട്. അതും അതിനിടയിൽ പറഞ്ഞു. കുറച്ചങ്ങോട്ട് എത്തട്ടടാ. നീ വല്ല ഹെവി ഡ്രൈവറാണല്ലേ. ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്ത മിടുക്കനാണല്ലോ. അപ്പോൾ ആയിക്കോട്ടെ, എന്തെങ്കിലും കുറച്ച് കഴിയട്ടെ. അല്ലടാ, നമ്മളൊന്ന് സ്റ്റേ ചെയ്യണ്ടേ? എവിടെ സ്റ്റേ ചെയ്യും? നല്ല തണുപ്പുള്ള, ഓൾറെഡി തണുപ്പല്ലടാ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ. നല്ല തണുപ്പാണ്. ഈ ഒരു തണുപ്പിൽ ഇനിയിപ്പോൾ ചൂടുള്ള സ്ഥലമല്ലേ നമ്മൾ പോയി നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അറബ് നാട്ടിലേക്ക് പോകണം. എനിക്ക് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണടാ. പിന്നെ ചൂട് തന്നെ അല്ലേ എൻ്റെ പൊന്നോ, അവിടുത്തെ ചൂടൊന്നും സഹിക്കാൻ കഴിയില്ല. എന്താ, വൈഫിനെ കൊണ്ടുപോകുന്നുണ്ടോ? ഇൻഷാ അല്ലാ കൊണ്ടുപോകണം. വൈഫിനെ കൊണ്ടുപോയിട്ട് ഇൻഷാ അല്ലാ, അതിനാണ് ആഗ്രഹം. അനക്ക് കൊണ്ടുപോകലടാ, നമ്മളെ പോലെ നല്ലല്ലോ. ആടാ, അൽഹംദുലില്ലാ, റാഹത്തിനാണ്. എനിക്ക് അറബി വീട്, കാര്യങ്ങൾ, സൗകര്യങ്ങൾ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ അതൊക്കെ ഓക്കെ പറയും. പക്ഷെ ഇവൾക്ക് അങ്ങോട്ട് വരാൻ വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലേ സീനത്തെ? എന്തേലും കുഴപ്പമില്ല, എൻ്റെ പഠനം കഴിയട്ടെ. പഠിക്കുന്നുണ്ടല്ലേ? ഇപ്പം പഠിക്കാതാരാ വീട്ടിൽ നിൽക്കണത്? പഠിക്കുന്നുണ്ട്, പഠനം കഴിയട്ടെ. അതുപോലെ അവൾ പറയുന്നുണ്ട് ലൈസൻസ് എടുക്കണം, വണ്ടി എടുക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണേ. അതിനൊന്നും ഇപ്പോൾ വലിയ റിസ്ക്കുള്ള പരിപാടി ഒന്നുമല്ലല്ലോ. നമുക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ എന്തും ആവാലോ. ഇൻഷാ അല്ലാ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. പഠനം കംപ്ലീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡ്രൈവിങ്, വാഹനം, വണ്ടി എടുത്ത് കൊടുക്കണം, അതൊക്കെ ഉണ്ടടാ. സത്യം പറഞ്ഞാൽ സീനത്തിൻ്റെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് ഉസ്താദിന് എല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. എടാ, അതൊക്കെ ഓക്കെ. അല്ല, നിൻ്റെ വീട് പണി ഉമ്മാക്കത് പൊളിക്കിനോട് വലിയ താല്പര്യമല്ലേ? ഓട് വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പറയാം, മോനെ നമ്മൾ ഇതുവരെ ഇതിൽ കഴിഞ്ഞില്ലേ, ഇവിടെ കഴിയാൻ റാഹത്താണ്. ഇനിയിപ്പോൾ പൊളിച്ച് വാർപ്പാക്കി കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും ചോർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഉമ്മാക്ക് എന്തെന്നറിയില്ല, ഉപ്പ ജീവിച്ച് വീടായതുകൊണ്ട് എന്നെ തോന്നുന്നു അത് പൊളിച്ച് മാറ്റിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. എടാ, എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, തൽക്കാലം നീ അത് പൊളിച്ച് മാറ്റണ്ട, അവിടെ വെച്ചേക്ക്. നീ മറ്റൊരു വീടെടുക്ക്. നിനക്കിപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഒക്കെ പടച്ചിറപ്പ് തരുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ നോക്കട്ടെടാ, ഉമ്മയുടെ ഇഷ്ടത്തിന്. നമ്മൾ ഉമ്മയുടെ ഇഷ്ടത്തിനല്ലാതെ കാട്ടിക്കൂട്ടിയൊരു കാര്യമല്ലോ. ഉമ്മക്ക് ആ വീട് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഞാനതിമതൊന്നും ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാ മറ്റൊരു വീട് നോക്കട്ടെ. അത് ആരും ഇല്ലല്ലോ, ഞാനും ഉമ്മയും ഇവളല്ലേ ഉള്ളൂ, അതൊക്കെ പോരടാ. ഉള്ളത് നമ്മൾ പാവങ്ങൾക്കാർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും ഉള്ള ഒരു മുതൽക്കൂട്ടാവുള്ളൂ. എൻ്റെ ഷെഫി, നിൻ്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ചിന്തയുണ്ടാവുമോ? കയ്യിൽ ക്യാഷ് വരുമ്പോഴേ എല്ലാവരും അവനവൻ്റെ വീട് നന്നാക്കണം, വലിയ വണ്ടി എടുക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ, പിന്നെ ബിസിനസ് കാര്യങ്ങൾ, അങ്ങനെ പോവും. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. നീ തികച്ചും എടാ കുറച്ച് കാലത്തെ ജീവിതമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം താമസിക്കാൻ ഒരു വീട് വേണം, ശരിയാണ്, ഓക്കെ. പിന്നെ നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം, അതിനപ്പുറത്തൊക്കെ ആയിട്ടിപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ട് എന്ത് കാര്യമാണ്? ദുനിയാവിൽ പോകുമ്പോഴേ വെറും 3 കഷ്ണം തുണിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടതൊക്കെ വെറുതെ ആയി പോവും. അതിനേക്കാളും നല്ലത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേ അത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, എടാ ആ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സുഖം, മനസ്സമാധാനം, പടച്ച റബ്ബിനോട് നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അത് കൊടുക്കുമ്പോൾ അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരെടാ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. എല്ലാവരുടെയും പ്രാർത്ഥന, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഷെഫി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിൻ്റെ ചിന്താഗതിയുള്ള ആരും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് പഠിച്ചാൽ വാരിക്കോരി കൊടുക്കുന്നു തോന്നുന്നുണ്ടല്ലേ? കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്തായാലും അൽഹംദുലില്ലാ റാഹത്തിനടാ, കുഴപ്പമൊന്നുമില്ല എല്ലാം കൊണ്ടും. കൂട്ടുകാരങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സീനത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഉസ്താദിന് ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യമായിട്ട് അവൾ മിണ്ടൊന്നും പറയുന്നില്ല. സീനത്തെ എന്താടി അത് മൂഡ് ഓഫാണ്? അങ്ങനെയൊന്നുമില്ല.
എന്തായാലും തൻ്റെ ഭർത്താവ് തന്നെ പണക്കാരനാണ് എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഷെഫീക്കെ ഞാൻ വിട്ടിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. അവളുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്ത. എന്നാൽ ഈ സമയം വീട്ടിൽ ഉമ്മ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. പഠിച്ചോനെ, ഹയറായ മതിയായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായി ഒരു കുഞ്ഞിക്കാലൊക്കെ ഉണ്ടായി കിട്ടിയാൽ വല്ലാത്തൊരു സമാധാനം തന്നെയാണ് അത്. ഉമ്മാക്കും അതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എന്തൊക്കെ തന്നെയാലും റബ്ബേ, എൻ്റെ മക്കൾ ടൂറൊക്കെ പോയിക്കണ്, ഒരു സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കൽ പോലും സീനത്തുമായുള്ള ബന്ധം ഒഴിവാക്കുവാൻ ഉമ്മ ആഗ്രഹിക്കുന്നില്ല. കാരണം നന്നായല്ലോ റബ്ബേ, അതുതന്നെയാണ് വലിയ ഹയറ്. എൻ്റെ കുട്ടി പോകാൻ കുറച്ച് ദിവസം ബാക്കിയുള്ളൂ, അതിന് മുമ്പ് തന്നെ റബ്ബേ നന്നായത് നന്ന്. അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ മോൻ്റെ അവസ്ഥ? ഓന് ഇതുവരെ വന്നിട്ട് ഭാര്യയോട് നല്ല സന്തോഷത്തിൽ കഴിയാതെ തിരിച്ചു പോകുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറന്നല്ലേ. എൻ്റെ മോൻ പറഞ്ഞും ചെയ്തു, ഉമ്മ ഓള് എന്നോട് സഹകരിക്കണമെന്നില്ല. പിന്നെ ഇപ്പം എന്താ അതിൻ്റെ ഒരു അർത്ഥം? മനസ്സമാധാനമല്ലല്ലോ. എന്തായാലും അൽഹംദുലില്ലാ ഇപ്പം റാഹത്തായെന്ന് തോന്നുന്നു. പഠിച്ചോനെ, എന്നും സ്നേഹബന്ധം നിലനിർത്തി കൊടുക്ക് അല്ലാ. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അപ്പോഴും അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. എന്നാൽ അവർ ഈ സമയം അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇറങ്ങുകയാണ്. സീനത്തെ, പിന്നെ നിനക്ക് എന്തടി വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല, ഇക്ക കഴിക്കണത് എനിക്കും മതി. അവളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഷെഫി ഉസ്താദ് മനസ്സ് ഒന്ന് തേങ്ങിപ്പോയി. റബ്ബേ, ഞാൻ എൻ്റെ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവൾക്ക് ഇത്രയധികം സ്നേഹം ഉള്ളിലുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റബ്ബേ. എൻ്റെ ഒരു തെറ്റിദ്ധാരണകൾ പഠിച്ചോനെ നീ പുറത്തു കൊണ്ടാ. പാവം, അറിയാത്ത രീതിയിൽ തെറ്റുകളൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഫോണും കോളൊക്കെ, അതൊക്കെ ഇപ്പോൾ ആർക്കും ഒരു തെറ്റൊക്കെ പറ്റുമല്ലോ. പഠിച്ചോനെ, ഞാൻ ക്ഷമിക്കുകയാണ്. കാരണം ഇനി ഒരിക്കലും അവളുടെ അടുക്കൽ അതുണ്ടാകാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ എന്നോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇക്ക, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഇനി ഞാൻ ഒന്നിനും നിൽക്കില്ല എന്നുള്ളത് എന്നോട് പൊറുക്കണം. അങ്ങനെ കീഴപേക്ഷിക്കുമ്പോൾ നമുക്കത് തട്ടിത്തെറിപ്പിക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളോട് അതിനെക്കുറിച്ച് പിന്നെ കാര്യമായിട്ടൊന്നും സംസാരിക്കാതിരുന്നത്. എന്നാൽ അൽഹംദുലില്ലാ ഇപ്പം അവൾ എന്നോട് വളരെയധികം യോജിപ്പിലാണ്. എന്താണെന്നറിയില്ല, ഞാൻ കൊടുത്ത ഡ്രസ്സ് അവൾ ധരിക്കുന്നുണ്ട്. അവൾ നല്ല രീതിയിലാണ് ഇപ്പോഴുള്ളത്. പഴയ പോലുള്ള വാശിയും വൈരാഗ്യം ഒന്നും അവളിൽ കാണുന്നില്ല. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും ആനന്ദവുമായിരുന്നു ഉണ്ടായിരുന്നത്. റബ്ബേ, എന്തൊക്കെ തന്നെയാലും കല്യാണം കഴിഞ്ഞു, ഭാര്യയായി. വിയോജിപ്പില്ലാത്ത ജീവിതം എന്നത് ഒരിക്കൽ പോലും അത് ആർക്കും ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ എൻ്റെ പെണ്ണ് മറ്റൊരുത്തൻ്റെ വിളിക്കുക, സംസാരിക്കുക, അതും സങ്കടകരമായ വിഷയമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം അവൾ വേറിട്ട് വന്ന് എൻ്റെ കൂടെ നല്ല സ്വാലിഹത്തായ ഭാര്യയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. റഹ്മാനെ, നീ കാത്തു രക്ഷിച്ചു. പാവം ഷെഫി ഉസ്താദ് വല്ലാത്ത സന്തോഷത്തിലാണ്. തൻ്റെ ഭാര്യ നന്നായി വന്നല്ലോ എന്നതിനെ തുടർന്ന്. എന്നാൽ ഇടയ്ക്കിടെ അവൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പെണ്ണെ, ആ ഫോണൊക്കെ ഇവിടെ വെച്ചേക്ക്, ഒന്ന് ആസ്വദിക്ക് പെണ്ണെ. നമ്മളിവിടെയൊക്കെ കാണാൻ വന്നിട്ട് നീ എന്താ ഫോണിൽ? ഏയ് ഇക്ക, ഇല്ല, ഞാൻ വെറുതെ എൻ്റെ ഗ്രൂപ്പിലൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക്. എന്ത് എപ്പോഴും ഫോണിൽ? എന്നാൽ ഈ സമയവും അവൾ അവളുടെ കാമുകന് മെസ്സേജ് അയക്കുകയായിരുന്നു എന്നുള്ള സത്യം പാവം ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല. എന്നാൽ കാമുകൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു: സീനത്തെ, നീയുമായുള്ള ബന്ധം ഞാൻ വേർപിരിയാണ്. എനിക്ക് സത്യം പറഞ്ഞ മനസ്സിന് വല്ലാത്തൊരു വിഷമം. അതായത് നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണടി. അതായത് നല്ലൊരു മനുഷ്യനെ, അദ്ദേഹത്തെ ചതിക്കാൻ എനിക്ക് ആവുന്നില്ല. ഓഹോ, ഇപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ നൈസായിട്ട് ഒഴിവാക്കാനാണ് ശ്രമിക്കണല്ലേ? അതല്ല, വേറെ പെണ്ണ് നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നീ അങ്ങനെ സംസാരിക്കുന്നത്. അല്ലടി, സത്യമായിട്ടും എനിക്കെൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം വരികയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴേ പാവം തോന്നുകയാണ്. ഞാൻ അത്രക്കും വലിയ ചതിയനാണോ എന്നൊക്കെ തോന്നുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷെജിലേ. അതൊക്കെ നീ നൈസായി അങ്ങ് മുങ്ങാണല്ലേ. നീ ഇപ്പോൾ നിൻ്റെ ഭർത്താവിനോട് നല്ല രീതിയിലാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അങ്ങ് തുടർന്ന് പോയിക്കോളൂ നിങ്ങളുടെ ജീവിതം. അതേ, നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും എന്ന് ഈ ഉസ്താദിനെ വെച്ചുകൊണ്ടിരുന്നാലൊന്നും അത് ശരിയാവില്ല. അങ്ങനെ ചൂടുള്ള ചർച്ചയിലായിരുന്നു അവർ. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല. ദയവായി ഞാൻ ഇനി നിന്നോട് കൂട്ടുകൂടാനില്ല. ഞാൻ എന്തൊക്കെ ക്യാഷൊക്കെ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, നീ എനിക്ക് തന്നിട്ടുണ്ടോ, അതൊക്കെ ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജോലിയെടുത്ത് ഞാൻ നിനക്ക് തന്നോളാം. അതുകൊണ്ട് നീ ഒരിക്കലും ഇനി നിൻ്റെ ഭർത്താവിനെ ചതിക്കരുത്. കാമുകൻ്റെ ഉപദേശം കേട്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത്. അതെ, നീ ഇല്ലെങ്കിലും എത്രയോ നല്ല ചെക്കന്മാരെ എനിക്ക് ഇനിയും കിട്ടുട്ടോ. നീ ഇപ്പോൾ നൈസായിട്ട് ഒഴിവാകുക, കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ.
എടി സീനത്തെ, ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായി പറയാണ്, ദയവായി ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യാണ്. ബ്ലോക്ക് വേറെ പെണ്ണ് സെറ്റായിട്ടുണ്ടാവും, അതാണ് നിനക്ക് ഇത്ര ഒരു അഹങ്കാരം. നല്ല രീതിയിൽ അതാ സീനത്ത് ആ ചെക്കനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അതെ സീനത്ത്, നീ ഒന്ന് മനസ്സിലാക്ക്. നിൻ്റെ ഭർത്താവിനെ ഓർത്തിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ശാപം കിട്ടുമടി. കാരണം അത്ര ആലിമായ ഒരാളെ ചതിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവില്ല അതൊന്നും. ടൂർ പോകുന്നതിനിടയിൽ തൻ്റെ ഭാര്യയുടെ ചാറ്റിംഗ് വെറുതെ ആയിരുന്നില്ല. അതെ, ഇതാണ് പാവം ഷെഫി ഉസ്താദ്. ഇടയ്ക്കിടെ പറയുന്നു, സീനത്തെ ആ ഫോണൊന്ന് എടുത്ത് വെച്ച് ഒന്ന് വാ ഇവിടെ ഇറങ്ങാം, ഭക്ഷണം കഴിച്ചിട്ട്. എന്താ ഇതിങ്ങനെ? ഞാൻ എടുത്തു വെച്ചു ഇക്ക. അവൾ ഷെഫി ഉസ്താദിനോടും നല്ല രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് അവർ ഒരുമിച്ച് ഇരിക്കുന്നു. സീനത്തെ, ഇക്കാൻ്റെ കുട്ടിക്ക് എന്തൊരു മൂഡോ ഫുള്ളോ പോലെ. എനിക്കൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളേ ക്ഷീണം കൊണ്ട്. അതാണോ? നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണം കേട്ടോ. നിൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നീ എന്നോട് പറയണം, ഒന്നും മറച്ചു വെക്കരുത്. അതാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇല്ലക്ക, എന്താണ് നിങ്ങൾ പോകുന്നതിൻ്റെ ടെൻഷൻ മാത്രം, പോകാതിരിക്കാനും പറ്റില്ലല്ലോ. സീനത്തെ, എന്താ നീ പോരുന്നോ എൻ്റെ കൂടെ? അതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യമാണോ? എന്താ നടക്കാതൊന്നുമില്ല, പോരണമെങ്കിൽ പോര്. നോക്കട്ടെ, അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, എനിക്കൊരു വണ്ടി വേണം, പിന്നെ അതിനിടയിൽ എക്സാം കാര്യങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ സെറ്റിൽഡ് ആണെന്നൊക്കെ എൻ്റെ ആഗ്രഹം. ആയിക്കോട്ടെ സീനത്തെ, നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പിന്നെ ഇക്കയുടെ കുട്ടിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ കേട്ടോ, ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. ആയിക്കോട്ടെ. എന്നാൽ ഈ സമയം ഷെജിലിനോടുള്ള ദേഷ്യത്തിലായിരുന്നു അവൾ. നോക്കട്ടെ, എന്തിപ്പോൾ ഇവൻ്റെ ഉദ്ദേശം? ഇവന് വേറെ ഏതോ പെണ്ണ് സെറ്റ് ആയിക്കണ്, അതുകൊണ്ടാണ് എന്നെ നൈസായിട്ട് തള്ളി മാറ്റുന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. ഷെജിലിനോടുള്ള ദേഷ്യമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഷെഫി ഉസ്താദിനോട് നന്നായപ്പോൾ അവൾ ഷെജിലിനോട് തെറ്റി എന്നർത്ഥം. എന്തൊക്കെ തന്നെയാലും സീനത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? അവൾ ഷെഫി ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ, അതോ അവൾ വേറെ ബന്ധം തേടുമോ? അവളുടെ ഭാവി ജീവിതം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.